ഹായ്. അപ്പോൾ നമുക്ക് ഉച്ചയൂണിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ചക്കക്കുരു ചാറും അതുപോലെ തന്നെ വഴുതനങ്ങ മെഴുക്കുവരട്ടിയും പിന്നെ നമ്മുടെ കടുമാങ്ങ അച്ചാറും ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം തന്നെ ചക്കക്കുരുവൊക്കെ കഴുകി വൃത്തിയാക്കി അതിനകത്തേക്ക് നമ്മളിന്ന് മാങ്ങ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ ചക്കക്കുരു ചാറ് വെക്കുന്നത്. അതും വെച്ച് അടുപ്പിലേക്ക് വെച്ചു കേട്ടോ. പിന്നെ നമ്മുടെ വഴുതനങ്ങയൊക്കെ അരിഞ്ഞെടുത്തു. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ തേങ്ങയും സവോളയും പച്ചമുളകും അതെല്ലാം അരിഞ്ഞിട്ടതിന് ശേഷം അത് നമ്മൾ അടുപ്പിലേക്ക് വെച്ചു കേട്ടോ. പിന്നെ നമ്മൾ ചെയ്തത് കടുമാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് ഉലുവ വറുത്ത് പൊടിക്കണമായിരുന്നു. മീൻ കറിയിലൊക്കെ ഇടാനായിട്ട് ഉലുവപ്പൊടിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു, അതെല്ലാം വറുത്ത് പൊടിച്ചു. പിന്നെ നമ്മൾ മാങ്ങ അച്ചാർ ഉണ്ടാക്കി കേട്ടോ. അച്ചാർ ഇവിടെ എന്തായാലും അച്ചാർ വേണം. അപ്പോൾ അങ്ങനെ ഞാൻ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അച്ചാറിട്ട് വെക്കും. അപ്പോൾ ഇന്ന് നമ്മൾ കടുമാങ്ങയാണ് ഇടാൻ പോണത്. കടുമാങ്ങ കുറേ നാൾ കേടുകൂടാതിരിക്കണമെങ്കിൽ വിനാഗിരി മാത്രം ചേർക്കുക, വെള്ളം ചേർക്കരുത്. പിന്നെ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ചക്കക്കുരു ചാറ് വെന്ത് വന്ന് അതിലേക്ക് അരപ്പൊക്കെ ചേർത്ത് അതൊന്ന് താളിച്ച് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ആവശ്യത്തിന് പപ്പടവും പൊരിച്ചെടുത്തു. പിന്നെ നമ്മുടെ തോരനും റെഡിയായി. അങ്ങനെ ചൂട് ചോറും ചക്കക്കുരു ചാറും തോരനും അച്ചാറും പപ്പടവും കൂട്ടി കഴിച്ചു.